Gauranga Jaya Lakshmi Narasimha Jaya Lakshmi Narasimha Jaya Lakshmi Narasimha Jaya Lakshmi Narasimha Jaya Jaya Prabhupada 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 Jaya Jaya Prabhupada Jaya Jaya Gurudev 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 Jaya Jaya Gurudev. Jayam Vishnupada Paramahamsa Prabhupada Stottra Sadar. His Divine Grace A.C. Bhaktivedanta Swami Srila Prabhupada ki jai. ISKCON BBT Samstapakacharya Srila Prabhupada ki jai. Jagat Guru Srila Prabhupada ki jai. Jayam Vishnupada Paramahamsa Prabhupada Stottra Sadar. His Divine Grace Bhakti Siddhanta Saraswati Swami Prabhupada Maharaj ki jai. Ananta Kodi Vaishnava Vrinda ki jai. Shri Shri Radha Madhav ki jai. Shri Shri Radha Gopinath ki jai. Shri Shri Krishna Balaram ki jai. Shri Shri Jagannath Baldev Subhadra Sudarshan ki jai. Shri Shri Gaur Nitai ki jai. Shri Shri Lakshmi Narasimha Bhagwan ki jai. Panchatta Bhagwan ki jai. Srila Prabhupada ki jai. Gurudev ki jai. All glories to assembled devotees. All glories to assembled devotees. All glories to assembled devotees. All glories to Shri Shri Guruvan Garanga. All glories to Srila Prabhupada. All glories to Srila Gurudev. Taigo Premanande. Hare Krishna. So, ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. നമുക്ക് മംഗളാചരണം വിളിച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം. യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. ഹരേ കൃഷ്ണ. ഓഡിയോ ക്ലിയർ ആണല്ലോ അല്ലെ? ഓക്കെ, ഫൈൻ, താങ്ക് യു. അപ്പൊ ഇന്ന് നമ്മള് കാണാൻ പോകുന്ന ശ്ലോകം ശ്രീമദ് ഭാഗവതം ഒന്നാമത്തെ ഗ്രന്ഥത്തില് 7-ാം അധ്യായത്തിൽ 36-ാമത്തെ ശ്ലോകമാണ്. മത്തം പ്രമത്തം ഉന്മത്തം സൂക്തം ബാലം സ്ത്രിയം ജഡം പ്രപന്നം വിരധം പീഠം നരിപും ഹന്തി ധർമ്മവേ. മത്തം പ്രമത്തം ഉന്മത്തം സൂക്തം ബാലം സ്ത്രിയം ജഡം പ്രപന്നം വിരധം ഭീതം നരിപും ഹന്തി ധർമ്മവേ. വിവർത്തനം പറയുന്നത്, ധർമ്മതത്വങ്ങൾ അറിയാവുന്ന ഒരാൾ അശ്രദ്ധനായ, ലഹരി പിടിച്ച, ചിത്തഭ്രമമുള്ള, നിദ്രയിലാണ്ട, പേടിച്ചരണ്ട അല്ലെങ്കിൽ രഥം നഷ്ടപ്പെട്ട ഒരു ശത്രുവിനെ വധിക്കയില്ല. മാത്രവുമല്ല, അവൻ ഒരു ബാലനെയോ ഒരു സ്ത്രീയെയോ ഒരു മൂഢജീവിയെയോ അല്ലെങ്കിൽ കീഴടങ്ങിയ ആത്മാവിനെയോ വധിക്കാറില്ല. ശീലപ്രഭുപാദരുടെ ഭാവാർത്ഥം: പ്രതിരോധിക്കാത്ത ശത്രുവിനെ ധർമ്മതത്വങ്ങൾ അറിയാവുന്ന ഒരാൾ ഒരിക്കലും വധിക്കാറില്ല. പണ്ടൊക്കെ യുദ്ധങ്ങൾ ധർമ്മതത്വാനുസരണമാണ് നടത്തിയിരുന്നത്, അല്ലാതെ ഇന്ദ്രിയാസ്വാദനത്തിന് വേണ്ടിയായിരുന്നില്ല. ശത്രു ലഹരി പിടിച്ചവനോ നിദ്രയിലോ അല്ലെങ്കിൽ മുകളിൽ പ്രസ്താവിച്ച ഏതെങ്കിലും വിധത്തിലോ ആണ് യുദ്ധസന്നദ്ധനായി വരുന്നതെങ്കിൽ പോലും അവനെ ഒരിക്കലും വധിക്കരുത്. ധർമാനുസൃതമായ യുദ്ധങ്ങൾക്ക് ചില നിബന്ധനകളുണ്ട്. പണ്ട് കാലങ്ങളിൽ സ്വാർത്ഥരായ രാഷ്ട്രീയ നേതാക്കളുടെ മനോരഥങ്ങൾക്കനുസരിച്ചല്ല യുദ്ധം പ്രഖ്യാപിച്ചിരുന്നത്, മറിച്ച് എല്ലാ അധർമ്മങ്ങളിൽ നിന്നും സ്വതന്ത്രമായ ധർമ്മ തത്വങ്ങൾക്കനുസൃതമായിട്ടായിരുന്നു യുദ്ധം നടത്തിപ്പോരുന്നത്. അഹിംസ എന്നറിയപ്പെടുന്നതിൽ നിന്നും അതിശ്രേഷ്ഠമായിരുന്നു ധർമ്മ തത്വങ്ങൾക്കനുസൃതമായി നിർവഹിക്കപ്പെട്ടിരുന്ന ഹിംസ. ഓം അജ്ഞാനതിമിരന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമോ വിഷ്ണുപതായ കൃഷ്ണകൃഷ്ണായ ഭൂതലേ ശ്രീമദ് ഭക്തിവേദാന്ത സ്വാമി നാമഃ. നമസ്തേ സരസ്വതി ദേവി ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി ഭാഷാത്യദേശധാരണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ
ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗുരുവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നമ്മളിവിടെ കാണുന്നത് ഭഗവാന്റെ അർജുനോടുള്ള നിർദ്ദേശങ്ങളാണ്. അപ്പൊ എന്താണ്, ആരെയാണ് നമ്മൾ, എന്തുകൊണ്ടാണ് ഈ ഒരു നിർദ്ദേശം വരുന്നത്? നമുക്കറിയാം, അശ്വത്ഥാമാവിന്റെ ഒരു ആധാർമികമായ പ്രവൃത്തി, ബ്രാഹ്മണനായ അശ്വത്ഥാമാവ് അല്ലെ. അപ്പോ ബ്രാഹ്മണന്മാര് ധർമ്മങ്ങൾ അനുവർത്തിക്കേണ്ടതുണ്ട്. ക്ഷത്രിയനായാലും ശരി ധർമ്മങ്ങൾ അനുവർത്തിക്കേണ്ടത്. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തില്ല? അദ്ദേഹം ഈ ധർമ്മതത്വങ്ങൾ അനുസരിച്ചില്ല. യുദ്ധത്തിന് പോലും ധർമ്മതത്വങ്ങളുണ്ട്. അപ്പോ ദൈനംദിന ജീവിതമാകട്ടെ അല്ലെങ്കിൽ യുദ്ധമാകട്ടെ, മുൻകാലങ്ങളിൽ, കലിയുഗത്തിന് മുന്നേയുള്ള കാലങ്ങളിൽ അവര് കൂടുതലും നോക്കിയിരുന്നത് ധർമ്മത്തിനെ പറ്റി, എന്താണ് ധർമ്മം അനുശാസിക്കുന്നത് എന്നുള്ളത്. അപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ട്, മഹാഭാരതത്തിൽ തന്നെ പലപ്പോഴും പറയാറുണ്ട്, ധർമ്മോ രക്ഷതി രക്ഷിതാഹ എന്ന് പറയാറുണ്ട്. ആരാണോ ധർമ്മത്തിനെ എപ്പോഴും നിലനിർത്താൻ ശ്രമിക്കുന്നത് അവനെ ധർമ്മം നിലനിർത്തും. ആരാണോ അധർമ്മത്തിനെതിരായി നീങ്ങുന്നു അവരെ ധർമ്മം അവരെ നശിപ്പിക്കും. അപ്പൊ ഇത് മുൻകാലങ്ങളിൽ, അത് ഏത് യുഗത്തിലായിക്കോട്ടെ, സത്യയുഗമോ ത്രിതായുഗമോ അല്ലെങ്കിൽ ദ്വാപരയുഗത്തില് ധർമ്മത്തില് അവർക്ക് വളരെ നിഷ്ഠയുണ്ടായിരുന്നു. ജീവിതചര്യകള് അവർ നോക്കിയിരുന്നത് ധർമാനുസൃതമായിട്ടായിരുന്നു. നമുക്കറിയാം, ഈ പഞ്ചപാണ്ഡവര യക്ഷൻ പഞ്ചപാണ്ഡവരെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. യുധിഷ്ഠിരനോട് കുറെ സംസാരിക്കുന്നുണ്ട്. ധർമ്മബക ചോദ്യോത്തരമുണ്ട്. അപ്പൊ കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും അവസാനം ധർമ്മ ചോദിക്കും, ശരി, നീ എന്റെ ചോദ്യങ്ങൾക്കെല്ലാം നന്നായിട്ട് ഉത്തരം നൽകി. നിനക്ക് നിന്റെ സഹോദരന്മാരില് നിനക്ക് ഒരാളെ ജീവിപ്പിക്കാം. ആരെ നിനക്ക് ജീവിപ്പിക്കാം, നീ തിരഞ്ഞെടുക്കാം. അപ്പൊ യുധിഷ്ഠിരൻ പറയും, അങ്ങ് പറയുന്നത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അങ്ങ് നകുലന് ജീവൻ നൽകിയാലെന്ന് പറയും. ഈ ധർമ്മബക കുക്ക് അതുപോലും അത്ഭുതപ്പെട്ടു പോകും. അപ്പൊ അവൻ ചോദിക്കും, ഈ ധർമ്മബക ചോദിക്കും, എന്തുകൊണ്ടാണ് നീ നകുലനെ സെലക്ട് ചെയ്തത്? എന്തുകൊണ്ട് നീ ഭീമസേനനെ സെലക്ട് ചെയ്തില്ല? എന്തുകൊണ്ട് വില്ലാളി വില്ലനായ അർജുനനെ സെലക്ട് ചെയ്തില്ല? ഇനി നിനക്ക് കൗരവന്മാർക്കെതിരെ പട നയിക്കണമെങ്കിലും ഭീമസേനൻ ഇല്ലാതെ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അർജുനൻ ഇല്ലാതെ നിനക്ക് അവരെ വിജയിക്കാൻ, അവർക്ക് മേൽ വിജയം നിനക്ക് വരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട് നീ നകുലനെ നീ സെലക്ട് ചെയ്തെന്ന് ചോദിക്കും. അപ്പൊ യുധിഷ്ഠിര മഹാരാജ പറയുന്നുണ്ട്, ധർമ്മ ഏവ ഹതോ ഹന്തി ധർമ്മോ രക്ഷിത. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തിനെയാണ് സാക്രിഫൈസ് ചെയ്യേണ്ടത്? നമ്മൾ എന്തിനെ സാക്രിഫൈസ് ചെയ്താലും നമ്മൾ ഒരിക്കലും ധർമ്മത്തിന് സാക്രിഫൈസ് ചെയ്യരുത്. ഇപ്പോ നമ്മൾ പല പല കഥകൾ കേട്ടിട്ടുണ്ട്. ധർമ്മിഷ്ഠരായ രാജാക്കന്മാർ അവരെല്ലാം ത്യജിക്കാൻ തയ്യാറാണ്, പക്ഷെ അവരൊരിക്കലും ധർമ്മത്തിന് ത്യജിക്കാറില്ല. ധർമ്മത്തിനെ നമ്മൾ പരിരക്ഷിക്കുകയാണെങ്കിൽ ധർമ്മം നമ്മളെ പരിരക്ഷിക്കും. ധർമ്മത്തിനെ ഞാൻ സാക്രിഫൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്നെ നശിപ്പിക്കും. എന്നിട്ട് യുധിഷ്ഠിര മഹാരാജ് പറയും, ദയയും
സമതയുമാണ് ഏറ്റവും ഉന്നതമായ ധർമ്മം. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഈ ധർമ്മത്തിനെ കൈവിടിയത്തില്ല. എന്റെ പിതാവിന് 2 ഭാര്യമാരുണ്ടായിരുന്നു, കുന്തിയും മാദ്രിയും. കുന്തിയിലെ പുത്രനായ ഞാൻ എൽഡസ്റ്റ് ആണ്, ഞാൻ മുതിർന്നവനാണ്. അപ്പോ കുന്തിയെയും മാദ്രിയെയും ഞാൻ ഒരേപോലെ കാണുന്നു. 2 പേരെയും ഞാൻ മാതാക്കളായിട്ട് കാണുന്നു. 2 പേരും തമ്മിൽ എനിക്ക് വ്യത്യാസമില്ല. പക്ഷെ കുന്തിയുടെ പുത്രനായ ഞാൻ ഉണ്ട്, മാദ്രിയുടെ പുത്രനായിട്ട് ആരുമില്ല. അതുകൊണ്ട് നകുലൻ ജയിക്കട്ടെ. അപ്പൊ ആ യക്ഷൻ പറയുന്നുണ്ട്, നിന്റെ ഈ ദയയും സമത ഇത് ശരിക്കും ആശ്ചര്യം തന്നെയാണ്. കാരണം പൊതുവെ എല്ലാവരും ആഗ്രഹിക്കുന്ന എന്താണ്? അർത്ഥം കാമം ആണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. നമ്മൾ ധർമാർത്ഥ കാമമോക്ഷങ്ങളില് എല്ലാവർക്കും വേണ്ടത് അർത്ഥം കാമമാണ്. ധർമ്മവും മോക്ഷവും വലിയ താല്പര്യമൊന്നുമില്ല. അപ്പൊ ഈ യക്ഷൻ പറയുന്നുണ്ട്, നിന്റെ ഇതെന്നെ അത്ഭുതപ്പെടുത്തുന്നു. നിന്റെ ഈ ധർമ്മത്തിലുള്ള നിഷ്ഠ കാരണം എല്ലാ പാണ്ഡവരും ഉയർത്തെഴുന്നേക്കും എന്ന് പറയും. അപ്പോ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം ധർമ്മനിരതരാവണം നമ്മൾ. ഇപ്പൊ മഹാഭാരതത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാലും ഒരു ഏതാണ്ട് ചില വ്യക്തികൾ പറയുന്നുണ്ട് 12 മുതൽ 13 തവണ ഒരു കാര്യം എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഗ്രന്ഥത്തിൽ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കാനാണെങ്കിൽ ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്രന്ഥത്തിൽ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന എന്താണോ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇപ്പൊ ഭഗവത്ഗീതയിൽ എന്താണ് ഭഗവാൻ പറയണത്? എപ്പോഴും ഭഗവാൻ എന്താണോ റിപ്പീറ്റഡ് ആയിട്ട് ഭഗവാൻ പറയണത് അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ ഒരു പ്രാവശ്യം പറയണമെങ്കിൽ അതിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടാവില്ല. പക്ഷെ വീണ്ടും 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 റിപ്പീറ്റഡ് ആയിട്ട് പറയണമെങ്കിൽ അതിന് വലിയ ഇമ്പോർട്ടൻസ് ആണ്. ഇപ്പൊ നമുക്കറിയാം ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയണത്, നീ എന്നെ പൂജിക്കുക, മന്മനാ ഭഗവാൻ ഭക്ത സർവധർമ്മൻ പരിത്യജ, എപ്പോഴും എന്നെ ശരണം പ്രാപിക്കുക, ശരണം പ്രാപിക്കുക. ഇതാണ് ഭഗവാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റഡ്ലി പറയുന്നത്. അതേപോലെ മഹാഭാരതവും റിപ്പീറ്റഡ്ലി നമ്മളോട് പറയുന്നത് യഥോ ധർമ്മസ്തോ ജയ എന്നാണ്. എവിടെ ധർമ്മമുണ്ടോ അവിടെ ജയമുണ്ടാവും. പലതാണ് അർജുനൻ, ധൃതരാഷ്ട്രർ വരെ പറയുന്നുണ്ട് ധർമ്മം. എവിടെയാണ് ധർമ്മമുള്ളത് അതിനാണ് ജയം. ഗാന്ധാരി, ദ്രോണ, കർണ, സഞ്ജയ് ഇവരെല്ലാവരും പല പ്രാവശ്യം പറയുന്നുണ്ട് ധർമ്മമുള്ളിടത്തേ വിജയമുള്ളത്. ഇനി നമ്മള് ഭഗവാന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഭഗവാന്റെ ഭക്തന്മാര് 2 ചേരിയിലാണെങ്കിൽ ഭഗവാൻ ആരുടെ കൂട്ടത്തിൽ നിൽക്കും? ധർമ്മമുള്ളിടത്ത്. കാരണം ഭീഷ്മ പിതാമഹൻ വലിയ ഭക്തനായിരുന്നു അല്ലെ? പഞ്ചപാണ്ഡവരും ഭഗവാന്റെ ഭക്തന്മാരായിരുന്നു. പക്ഷെ ഭഗവാൻ ആരുടെ സൈഡിലാണ് നിന്നത്? അർജുനന്റെ സൈഡിൽ, പാണ്ഡവരുടെ സൈഡിൽ. എന്തുകൊണ്ടാണ്? അവിടെ ധർമ്മമുണ്ട്. എവിടെയാണോ ധർമ്മമുള്ളത് അവിടെയാണോ ജയം. ആത്യന്തികമായിട്ടുള്ള വിജയം അവിടെയാണ്. ടെമ്പററി ആയിട്ട് നമ്മൾ തോന്നും, ദുര്യോധനൻ ശരിക്കും ആസ്വദിച്ചു ജീവിതം അല്ലെ? ഒരു ദിവസം പോലും കഷ്ടപ്പെടേണ്ടി വന്നില്ല ദുര്യോധനൻ. രാജ്യസുഖം വേണ്ടുവോളം ആസ്വദിച്ചു. അവസാനത്തെ കുറച്ച് ദിവസം പുള്ളി കഷ്ടപ്പെട്ടു. മറിച്ച് പാണ്ഡവരാണെങ്കിലോ അവര് ജീവിതത്തില് പല കഷ്ടപ്പാടുകളിലൂടെ പോയിട്ടുണ്ട്. പക്ഷെ ഈ കഷ്ടപ്പാടുകളിലൊക്കെ പോകുമ്പോഴും അവരൊരിക്കലും ധർമ്മത്തിനെതിരായിട്ട് പോയിട്ടില്ല. അപ്പൊ ശ്രീല പ്രഭുപാദര് ഭഗവത്ഗീതയില് എന്താണ് ഏതൊരു 1.14 ആണ് അതിനകത്ത് പറയുന്നുണ്ട്, ജയസ്തു പാണ്ഡുപുത്രാനാം യേഷാം പക്ഷേ ജനാർദ്ദന. അതായത് പാണ്ഡുപുത്രന്മാര് വിജയിക്കും. എന്തുകൊണ്ടാണ്? അവരുടെ കൂട്ടത്തില് ഭഗവാനുണ്ട്, ധർമ്മത്തിന്റെ പ്രതിരൂപമാണ്.
മഹാഭാരത യുദ്ധം തുടങ്ങുന്നതിന് മുമ്പേ എല്ലാവരും ഇപ്പൊ പൊതുവെ നമ്മൾ അനുഗ്രഹങ്ങൾ വാങ്ങിക്കാൻ പോകുമല്ലോ. ഗാന്ധാരിയുടെ അടുത്ത് ചോദിച്ചപ്പോ, അല്ലെങ്കിൽ ഭീഷ്മപിതാമഹൻ, അവരെല്ലാം ചോദിച്ചപ്പോ അവര് പറഞ്ഞ എന്താണ്? എവിടെ ധർമ്മമുണ്ടോ ആ ധർമ്മം വിജയിക്കട്ടെ എന്നാ പറഞ്ഞത്. സ്വന്തം പുത്രന്മാരാണ് നിൽക്കുന്നത്. ശരി, നീ വിജയിക്കട്ടെ എന്ന് പറഞ്ഞില്ല അവര്. അതേപോലെ മഹാഭാരതത്തിൽ പറയുന്നുണ്ട്, എവിടെ കൃഷ്ണനുണ്ടോ അവിടെ ജയമുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടി കൂട്ടി വായിക്കുമ്പോ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ആരാണ് ധർമ്മത്തിന്റെ പ്രതിപുരുഷൻ? ഭഗവാനാണ്. അപ്പോ ധർമ്മം എന്താണ് ഭഗവാൻ എപ്പോഴും ധർമ്മത്തിന്റെ കൂടെ നിൽക്കും. അപ്പോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അങ്ങനെയാണെങ്കിലും ഭക്തന്മാരും ഇത് ധർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ട ആവശ്യമുണ്ട്. ശില പ്രഭുപാദർക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ദൈവവർണ്ണാശ്രമ എന്ന് പറഞ്ഞിട്ട് ഒരു വർണ്ണാശ്രമ ധർമ്മം നമ്മൾ അദ്ദേഹത്തിന് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പ്രഭാതയുടെ ഒരു അവസാന വിഷ് ചോദിച്ച കൂട്ടത്തിൽ പ്രഭാത പറഞ്ഞു, എനിക്കിനി നോക്കണ്ട, എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ദൈവവർണ്ണാശ്രമം എനിക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റില്ല, അതുകൂടി എസ്റ്റാബ്ലിഷ് ചെയ്യണമായിരുന്നു. വർണ്ണ ആശ്രമം അത് ഒരു സമൂഹത്തിന്റെ ആവശ്യകതയാണ്. ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, സ്വധർമ്മം അഭിചാപേക്ഷ നവികമ്പിതും അർഹസി. നമ്മുടെ സ്വധർമ്മം നമ്മളെപ്പോഴും അനുഷ്ഠിക്കണം. വർണ്ണാശ്രമ ധർമ്മം ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ പറയണത് ഭക്തിയിലേക്കുള്ള ചവിട്ടുപടിയാന്നാ പറയണത്. നമ്മളെല്ലാം ഭഗവാനെയാണ് ആശ്രയിക്കുന്നത്. പക്ഷെ ഭഗവാനിലേക്ക് എത്താനുള്ള ആ സമൂഹത്തിനെ നമുക്ക് ചിട്ടപ്പെടുത്തണമെങ്കിൽ അത് വർണ്ണാശ്രമ ധർമ്മം നമ്മൾ പരിപാലിക്കണമെന്നാണ് പറയുന്നത്. അൾട്ടിമേറ്റ്ലി നമ്മൾ വർണ്ണാശ്രമ ധർമ്മത്തിൽ നിന്നും ഹയറാണ് നമ്മൾ ഭാഗവത ധർമ്മം. പക്ഷെ വർണ്ണാശ്രമ ധർമ്മം അതൊരു ഒരു ഉപകരണമാണ്. കൃഷ്ണഭക്തിയിലേക്ക് പോകാനുള്ള ഒരു ഉപാധിയാണ്. ഭാഗവത ധർമ്മത്തിലേക്ക് ഭഗവാന്റെ ഭക്തനാവാൻ വേണ്ടി അതും ഒരു ഉപകരണമാണ്. അപ്പൊ ഇവിടെ നമ്മള് ഈ ശ്ലോകത്തില് നമ്മൾ നോക്കുകയാണെങ്കിൽ ഭഗവാൻ പറയുന്നുണ്ട്, എങ്ങനെയുള്ള വ്യക്തികള് ധർമ്മയുദ്ധത്തില് എന്തെല്ലാം ധർമ്മങ്ങളും അനുസരിക്കും, എന്തെല്ലാം ധർമ്മങ്ങൾ നോക്കും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോ കെയർലെസ് ആയിട്ടിരിക്കുന്ന വ്യക്തികൾ അവരെ നമ്മൾ ആക്രമിക്കാറില്ല. സൂക്തം, പിന്നെന്താണ്, ഉറങ്ങുന്ന വ്യക്തികളെ അവരെയും നമ്മൾ എന്ത് ചെയ്യാറില്ല, അവരെയും യുദ്ധത്തില് നമ്മൾ വധിക്കാറില്ല. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് അശ്വത്ഥാമ ചെയ്തത് എന്താണ്? അദ്ദേഹം ഉറങ്ങിയ കുഞ്ഞുങ്ങളെ വധിച്ചു. ഉറങ്ങിയ കുട്ടികളെ വധിച്ചു. ഒന്നാമത്തേത് കുട്ടികളെ അത് അധർമ്മമാ. അശ്വത്ഥാമ ഒന്ന് കുട്ടികളെ വധിക്കുക, അത് ബാലം. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് പറയുന്നുണ്ട്, സൂക്തം ബാലം. സൂക്തം ഉറങ്ങിക്കിടക്കുന്നവരെ കൊല്ലാൻ പാടില്ല. അശ്വത്ഥാമ വന്നിട്ട് പാണ്ഡവന്മാര് വിജയിച്ച ദിവസം അന്ന് രാത്രിയില് വന്ന് പാണ്ഡവ സേനയെ മുഴുവനും കൊന്നുകളാണ്. ദൃഷ്ടദ്യുമ്നനെ കൊന്നു. ദൃഷ്ടദ്യുമ്നൻ എന്തെടുക്കുകയായിരുന്നു? കിടന്നുറങ്ങുകയായിരുന്നു. അപ്പൊ ചവിട്ടിയാണ് കൊല്ലുക. അപ്പൊ ദൃഷ്ടദ്യുമ്നൻ പറയും, എന്നാ നീ നിന്റെ ആയുധം കൊണ്ട് നീ കൊല്ല്. പറയും, നീ അർഹനല്ല. അഭിമന്യുവിനെ എങ്ങനെയാണ് കൊന്നത്? ക്ഷത്രിയ ധർമ്മം അനുസരിച്ച് ഒരു മഹാരഥി വേറൊരു മഹാരഥിയുമായിട്ട് മാത്രമേ നമ്മൾ യുദ്ധം ചെയ്യാവൂ. എന്നാൽ അഭിമന്യുവിന് എതിരെ ആരൊക്കെയാണ് യുദ്ധം ചെയ്തത്? ദുര്യോധനൻ, കർണൻ, ദ്രോണൻ, ഇവരെല്ലാരും കൂടി ഒരുമിച്ച് നിന്നിട്ടാണ് അഭിമന്യുവിനെ എതിരെ യുദ്ധം ചെയ്തത്. ബാലനാണ്. അപ്പോ ആ കൺസിഡറേഷൻ കൊടുത്തില്ല. സ്ത്രീയം, സുപ്തം ബാലം സ്ത്രീയം. സ്ത്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആലോചിക്കാം, ദ്രൗപതിയെ
ഈ മഹാഭാരത യുദ്ധം ഉണ്ടാകാനുള്ള കാരണം എന്താണ്? ദ്രൗപദിയെ അപമാനിച്ചു. ദ്രൗപദിയെ സഭാ മധ്യത്തിൽ വെച്ചിട്ട് അപമാനിച്ചു. എന്തുകൊണ്ട് ശ്രീരാമചന്ദ്രൻ രാവണനെ വധിക്കാൻ തുനിഞ്ഞു? സീതാദേവി അപഹരിച്ചു, അല്ലെ? അവരൊറ്റ കാരണം. അല്ലെങ്കിൽ എന്തുകൊണ്ട് ശ്രീരാമചന്ദ്രമൂർത്തി വാലിയെ കൊല്ലാൻ പോയി? വാലി ചോദിക്കുന്നുണ്ട്, ശ്രീരാമചന്ദ്രമൂർത്തിയുടെ അസ്ത്രമേറ്റ് കിടക്കുന്ന സമയത്ത് വാലി ചോദിക്കുന്നുണ്ട്, ശ്രീരാമചന്ദ്രമൂർത്തി, അങ്ങ് ചെയ്തത് ധർമ്മമാണോ? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഞാനൊരു വാനരനാണ്. അങ്ങ് എന്തുകൊണ്ട് എന്നെ വേട്ടയാടി എന്നാ ചോദിക്കുന്നത്. എന്ത് കാരണം കൊണ്ടാണ്? അങ്ങക്ക് വേണമെങ്കിൽ രാവണനെ ഞാനിപ്പോ പിടിച്ചു കെട്ടി അങ്ങയുടെ മുന്നിൽ കൊണ്ടുവന്നേനെ. എനിക്ക് ഒരു സെക്കൻഡ് മതി രാവണനെ ബന്ധിച്ച് അങ്ങയുടെ ഫ്രണ്ടിൽ കൊണ്ടുവരാനായിട്ട്. ഇപ്പോ ശ്രീരാമചന്ദ്രമൂർത്തി പറയുന്നുണ്ട്, തെറ്റുകൾ പറയുന്നുണ്ട് വാലി ചെയ്ത്. എന്നിട്ട് പറയും, നിന്റെ സഹോദരന്റെ ഭാര്യയെ നിന്റെ അനുജത്തിയായിട്ട് കാണേണ്ടതിന് പകരം നീ അവളെ പ്രാപിച്ചു. ഈ തെറ്റിന് പ്രായശ്ചിത്തമില്ല. അപ്പോ അതുകൊണ്ട് നീ വധാർഹനാണ്. ഇത് കേൾക്കുമ്പോ വാലി പറയും, ഞാൻ വാനരനാണ്. വാനരന് എന്തും ചെയ്യാം. മനുഷ്യർക്ക് ബാധകമായതും മൃഗങ്ങൾക്ക് ബാധകമായതും രണ്ടാണ്. അപ്പോ ശ്രീരാമചന്ദ്രമൂർത്തി ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ നീ എന്തിനാ ഗായത്രി മന്ത്രം ജപിക്കുന്നത്? നീ എല്ലാ സമുദ്രങ്ങളിലും പോയി നീ രാവിലെ ഗായത്രി മന്ത്രം ജപിക്കുന്നത് എന്തിനാ? അത് മനുഷ്യർക്ക് പറഞ്ഞിട്ടുള്ളതല്ലേ, അല്ലെ? അപ്പോ സ്ത്രീയെ വധിക്കരുത്, സ്ത്രീയെ നശിപ്പിക്കരുത്. ഇതും ധർമ്മങ്ങൾക്കെതിരാണ്. ധർമ്മങ്ങൾ അനുശാസിക്കുന്ന ഇവർക്ക് എപ്പോഴും പ്രൊട്ടക്ഷൻ നൽകണമെന്നാണ്. പിന്നെ അടുത്തത് എന്താണ്? പ്രപന്നം വിരതം ഭീതം. ആരാണോ നമ്മളെ ആശ്രയിക്കുന്നത് അവർക്ക് എപ്പോഴും പരിരക്ഷണം നൽകണം. ഇതും വാലിയുടെ അടുത്തൊരു തെറ്റായിരുന്നു. സുഗ്രീവൻ വാലിയുടെ കാൽക്കൽ വീണിട്ട് പറഞ്ഞു, ആശ്രയം നൽകൂ, എനിക്ക് ആശ്രയം നൽകൂ. പക്ഷെ വാലി കേട്ടില്ല. പ്രപന്നം വിരതം ഭീതം. വിരതം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രഥമില്ലാത്തവനെ ആക്രമിക്കരുത്. അപ്പൊ നമ്മൾ വിചാരിക്കും, ഈ ധർമ്മയുദ്ധത്തില് രഥമില്ലാത്തവനെ ആക്രമിച്ച് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന കഥ എന്താണ്? കർണന്റെ രഥം പോയ സമയത്ത് കർണൻ പറയുന്നുണ്ട് മഹാഭാരതത്തില്, ഞാൻ ഇപ്പോ രഥമില്ലാത്തവനാണ്, എന്റെ കയ്യിൽ ആയുധവുമില്ല, ഞാൻ എന്റെ രഥത്തിനെ ശരിയായിക്കോട്ടെ, നീ ക്ഷത്രിയ ധർമ്മം, നീ ദയവായി നീ ക്ഷത്രിയ ധർമ്മം അനുവർത്തിക്കുക. അപ്പോ ആ സമയത്ത് അർജുനൻ ഉടനെ യുദ്ധം സ്റ്റോപ്പ് ചെയ്തു. കൃഷ്ണൻ ആ സമയത്ത് ചോദിക്കുന്നുണ്ട്. കൃഷ്ണൻ ഒരുപാട് ചോദ്യങ്ങൾ കർണനോട് ചോദിക്കും. കർണ, അഭിമന്യുവിനെ മഹാരഥികൾ ഒരുമിച്ച് ഒറ്റയ്ക്ക് കൊന്നുകളഞ്ഞപ്പോ എവിടെയായിരുന്നു നിന്റെ ക്ഷത്രിയ ധർമ്മം? സഭാമധ്യത്തിൽ വെച്ച് ദ്രൗപദി അവഹേളിക്കുവാൻ ദുര്യോധൻ നിർദ്ദേശം നൽകി, ആജ്ഞ നൽകിയപ്പോ എവിടെയായിരുന്നു നിന്റെ ധർമ്മം? ഒറ്റയ്ക്ക് ദുശാസനൻ ദ്രൗപദിയെ വലിച്ചഴച്ചു സഭാമധ്യത്തിലേക്ക് വന്നപ്പോ എവിടെയായിരുന്നു നിന്റെ ധർമ്മം? അരക്കില്ലത്തിൽ ചുട്ടരിക്കാനായിട്ട് നീ കുതന്ത്രം ദുര്യോധനന്റെ കൂട്ടത്തിൽ മെനഞ്ഞപ്പോ എവിടെയായിരുന്നു നിന്റെ ധർമ്മം? ഭഗവാന്റെ ഈ വാക്കുകൾ കേട്ടിട്ട് കർണൻ തലകുനിക്കും. കർണൻ മിണ്ടത്തില്ല. കർണന് തെറ്റ് മനസ്സിലാവും. അപ്പൊ യഥാർത്ഥത്തില് വിരധമായിരിക്കുന്ന ആ കർണൻ എന്ത് ചെയ്തു?
ധർമ്മത്തിനെ ആ ധർമ്മത്തിനെ പ്രൊട്ടക്ട് ചെയ്തില്ല. അതുകൊണ്ട് ഈ അവസരത്തില് ധർമ്മം തന്നെ ആരെ നശിപ്പിച്ചു? കർണനെ നശിപ്പിച്ചു. പിന്നെ ഭീതം എന്ന് പറഞ്ഞിരിക്കുന്ന നമ്മള് ഭീതിജനകമായിരിക്കുന്ന ഒരു വ്യക്തി, അവൻ പേടിച്ചിരിക്കുന്ന വ്യക്തിയെ നമ്മൾ ആക്രമിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും അവസാനം യുദ്ധമെല്ലാം കഴിഞ്ഞപ്പോൾ ദുര്യോധനൻ എന്ത് ചെയ്തു? ദുര്യോധനൻ പാലായനം ചെയ്ത് അദ്ദേഹം ഒരു തടാകത്തിന്റെ അടിയിൽ കയറിയിരുന്നു. അപ്പോ മഹാഭാരതത്തിൽ തന്നെ പറയുന്നുണ്ട്, ദുര്യോധനൻ തന്റെ മുഴുവൻ സൈന്യവും നശിച്ചത് കണ്ടിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? എപ്പോഴാണ് നമ്മൾ ഒളിച്ചിരിക്കുന്നത്? തന്റെ ജീവൻ നിലനിർത്തണമെന്ന ആഗ്രഹം വരുമ്പോഴാണ്, ഭീതിയോടെയാണ്. ആ സമയത്ത് പാണ്ഡവർക്ക് വേണമെങ്കിൽ തടാകത്തിന്റെ അടിയിൽ ചെന്ന് അവനെ നിഗ്രഹിക്കാം. പക്ഷെ അവര് ചെയ്തില്ല. കാരണം എന്താണ്? ദുര്യോധനൻ അപ്പോ പേടിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് പുറത്തുനിന്ന് ദുര്യോധനൻ അധിക്ഷേപിക്കാൻ തുടങ്ങി. അവസാനം ദുര്യോധനൻ പുറത്തേക്ക് വന്നു. അല്ലയോ പേടിച്ചരണ്ട രാജാവേ, ഒരു ക്ഷത്രിയൻ യഥാർത്ഥത്തില് ഒരു എലി തന്റെ മാളത്തിൽ ഒളിക്കുന്ന പോലെ ഒരിക്കലും ക്ഷത്രിയൻ ഒളിക്കില്ല എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരുന്നത്. അപ്പോ ഇത്തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഈ ധർമ്മങ്ങളെ അവര് ഫോളോ ചെയ്തിരുന്നു. നമ്മളുടെ ശില പ്രഭുപാദര് ഇവിടെ 2-3 കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. ഒന്ന്, ഇന്നത്തെ പോലെയല്ല യുദ്ധങ്ങള്, പഴയകാലത്തെ യുദ്ധങ്ങള് ധർമ്മത്തിന് പരിരക്ഷ നൽകാൻ വേണ്ടിയായിരുന്നു. പക്ഷെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പ്രഭുപാദ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതിന്റെ ഭാവാർത്ഥത്തില് ശീല പ്രഭുപാദ പറയുന്ന ഒരു കാര്യമുണ്ട്. ആർക്കെങ്കിലും പറയാമോ എന്താണെന്നത്? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പ്രഭുപാദ ഒരു പോയിന്റ് ഈ പർപ്പോട്ടിൽ പറയുന്നുണ്ട് ഭാവാർത്ഥത്തിൽ. അഹിംസ എന്നറിയപ്പെടുന്നതിൽ നിന്നും അതിശ്രേഷ്ഠമായിരുന്നു ധർമ്മ തത്വങ്ങൾക്കനുസൃതമായി നിർവഹിക്കുന്ന ഹിംസ. എന്താ അതിന്റെ അർത്ഥം? നമ്മൾ പറയാറുണ്ട്, സനാതന ധർമ്മത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ തത്വം എന്താണ്? അഹിംസ പരമോ ധർമ്മ എന്നാണ്. നമ്മളുടെ രാഷ്ട്രപിതാവും അദ്ദേഹവും പറഞ്ഞിരുന്നതാണ് നോൺ വയലൻസ്. ഇന്ന് ആൾക്കാർക്ക് വയലൻസ് ആണ് ഇഷ്ടം. സിനിമ നോക്കുകയാണെങ്കിലും വയലൻസ് ആണ്. പക്ഷെ യഥാർത്ഥത്തില് സനാതന ധർമ്മത്തിനെ പ്രകീർത്തിക്കുന്ന ആൾക്കാർ അവർ പറയും, സനാതന ധർമ്മത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അഹിംസ പരമോ ധർമ്മ. എന്നാൽ ഇത് പൂർണ്ണമായിട്ടും ശരിയല്ല. ശില പ്രഭുപാദർ അതാണ് ഏറ്റവും അവസാനം പറയുന്നത്. അഹിംസ ധർമ്മമാണ്. ഇപ്പോ നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും, മാധവാചാര്യരുടെ ഒരു ശിഷ്യൻ, അദ്ദേഹം ഭഗവാന് ഇഷ്ടപ്പെട്ട പുഷ്പങ്ങളെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറയാറുണ്ട്, ഭഗവാന് 8 പുഷ്പങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. കാരണം മാധവാചാര്യര് അദ്ദേഹം ഭഗവാനെ സേവിക്കുന്ന സമയത്ത് മാധവ സമ്പ്രദായം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഇത് സുമേധ വിജയം എന്ന് പറഞ്ഞിട്ട് മാധവാചാര്യരുടെ ഒരു ബുക്കില് അദ്ദേഹത്തിന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതില് അദ്ദേഹം മാധവാചാര്യ ഭഗവാന്റെ വിഗ്രഹത്തെ സേവിക്കുമ്പോൾ ഭഗവാന് 8 തരത്തിലുള്ള ശ്രേഷ്ഠമായ ഭാവപുഷ്പങ്ങൾ അർപ്പിക്കാറുണ്ട്. ആ ഭാവപുഷ്പങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാമോ?
അഹിംസ പ്രഥമം പുഷ്പം, പുഷ്പം ഇന്ദ്രിയ നിഗ്രഹം. സർവഭൂത ദയാപുഷ്പം, ക്ഷമാപുഷ്പം വിശേഷതഃ. ശാന്തിപുഷ്പം തപഃപുഷ്പം, ജ്ഞാനപുഷ്പം തഥൈവ ച. സത്യം അഷ്ടവിധം പുഷ്പം വിഷ്ണു പ്രീതികരം ഭവേത്. അതിൽ ഏറ്റവും ആദ്യം പറയണ അഹിംസ പ്രഥമം പുഷ്പം. അതുകൊണ്ട് ആൾക്കാർ വിചാരിക്കും സനാതനധർമ്മം പറയണ എന്താണ്, അഹിംസയാണ്. പ്രഭു ഒന്നുകൂടെ പറഞ്ഞേ. ഈ ശ്ലോകമാണോ മാതാജി പറയേണ്ടത്? ഈ 8 പുഷ്പങ്ങൾ അഹിംസ, ഇന്ദ്രിയ നിഗ്രഹം. അഹിംസ പ്രഥമം പുഷ്പം, രണ്ടാമത്തെ ഇന്ദ്രിയ നിഗ്രഹം. പിന്നെ സർവഭൂത ദയാപുഷ്പം, എല്ലാ ജീവജാലങ്ങളെയും നമ്മൾ ദയ കാണിക്കുന്നു. പിന്നെ ക്ഷമാപുഷ്പം വിശേഷത, ക്ഷമ നമുക്ക് മതി. പിന്നെ ശാന്തി പുഷ്പം. തപപുഷ്പം, നമ്മള് തപസ് അനുഷ്ഠിക്കും. പിന്നെ ജ്ഞാനപുഷ്പം. പിന്നെ ഏറ്റവും അവസാനത്തെ സത്യം അഷ്ടവിധം വിഷ്ണു പ്രീതികരം. 1, 2, 3, 4, 5, 6, 7 ഒന്ന് കിട്ടിയില്ല. അഹിംസ, ഇന്ദ്രിയ നിഗ്രഹം, സർവഭൂത ദയ, ക്ഷമ, ശാന്തി, തപ, ജ്ഞാനം, സത്യം. 8 പുഷ്പങ്ങളാണ്. ഓക്കെ, അപ്പോ അപ്പോ യഥാർത്ഥത്തില് ധർമ്മത്തിനെ പരിരക്ഷിക്കുവാൻ വേണ്ടി നമുക്ക് വയലൻസ് ആവാം. ആ ശ്ലോകം യഥാർത്ഥത്തിൽ അഹിംസ പരമോ ധർമ്മ, അത് പകുതിയാവുന്നുള്ളൂ. അതിന്റെ ഫുൾ ശ്ലോകം ധർമ്മഹിംസ തഥൈവ ച എന്നാ പറയണം. ധർമ്മത്തിന് വേണ്ടി ഹിംസ ഈസ് ഓൾസോ ധർമ്മം. അല്ലെങ്കിൽ വയലൻസ് ഇൻ സർവീസ് ഓഫ് ധർമ്മ ഈസ് ഓൾസോ ധർമ്മ. ധർമ്മത്തിന് വേണ്ടി നമ്മൾ അനുഷ്ഠിക്കുന്ന വയലൻസ് ഉണ്ടല്ലോ, അതും ധർമ്മത്തിന് അനുസൃതമായിട്ടുള്ള ഹിംസ, അതും ധർമ്മം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഒരു രാജാവിന് ഒരു ഉദാഹരണം എടുക്കാം. ഒരു രാജാവ് ആ നാട്ടില് കള്ളന്മാരും അല്ലെങ്കിൽ ആ ധർമ്മങ്ങൾക്കെതിരായിട്ട് നിൽക്കുന്ന വ്യക്തികളെ രാജാവിന് ഹിംസിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് നമ്മുടെ വേദങ്ങള്, വൈദിക സാഹിത്യങ്ങൾ പറയണ ആതതായിനികളെ നിങ്ങൾ എന്ത് ചെയ്യണം? ആതതായിനെ ഉടനെ വധിച്ചേക്കാം. അത് മനുസ്മൃതിയും പറയുന്നുണ്ട്. ആതതായിനെ കണ്ട അപ്പൊ തന്നെ ധർമാനുസരണമാണ്, അവരെ നിഗ്രഹിക്കണം. നമുക്ക് നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ല ആതതായിനികളെ. അപ്പോ ഇത് അശ്വത്ഥാമ ഫോളോ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ അശ്വത്ഥാമാവനെ നിഗ്രഹിക്കാനായിട്ട് അർജുനനോട് ആവശ്യപ്പെടുന്നത്. പ്രഭു ആതതായന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ നമ്മൾ പറയത്തില്ല 6 തരത്തിലുള്ള വ്യക്തികൾ, അവരെ നിഗ്രഹിക്കണം. ആതതായന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് തന്റെ ഭാര്യയെ അപഹരിക്കുന്നത്, തന്റെ തീ വെക്കുന്നത്, വീടിന് തീ വെക്കുന്നത്, പിന്നെ സ്വത്ത് അപഹരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള 6 ഭഗവത്ഗീതയിൽ പറയുന്നുണ്ടല്ലോ ആതതായിന പറയുന്നുണ്ട്. ഇവരെ കൊല്ലുന്നതിൽ പാപമില്ല. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, എന്തായാലും ഒരാളെ കൊല്ലുകയാണെങ്കിൽ പാപം ഉണ്ടാവില്ലേ? ആതതായനമാണെങ്കിലും പാപങ്ങൾ ഉണ്ടാവില്ലേ? അപ്പൊ എന്താ ലക്ഷ്യം എന്തായിരിക്കണം? നമ്മുടെ എല്ലാം ലക്ഷ്യം ഇതായിരിക്കണം. എന്താണ്? എല്ലാം ഉണ്ടെങ്കിലും നമ്മൾ ചെയ്യേണ്ടത്, അനുഷ്ഠിക്കേണ്ടത് ഭഗവാന് വേണ്ടിയാണെന്നുള്ള വിശ്വാസം ഉണ്ടായിരിക്കണം. നിർദ്ദേശം അനുസരിച്ച് വേണം ചെയ്യാനായിട്ട്. ശ്രീമദ് ഭാഗവത്തിൽ തന്നെ
നാരദ മഹർഷി യുധിഷ്ഠിരനോട് പറയുന്നുണ്ട് ഏതെല്ലാം കാര്യങ്ങൾ നമ്മൾ ആചരിക്കുന്നു. 30 ഉപദേശങ്ങളാണ് കൊടുക്കുന്നത് നാരദ മഹർഷി യുധിഷ്ഠിരൻ. ഇത് നീ അനുഷ്ഠിക്കുകയാണെങ്കിൽ ഭഗവാൻ നിന്നോട് സന്തുഷ്ടനാവും എന്ന് പറയുന്നത്. അതിനകത്തും പറയുന്നതാണ് സത്യം, ദപ, ശൗചം, തിതിക്ഷ, ശമോ, ദമോ, ഇതെല്ലാം നീ ചെയ്യണം. എങ്ങനെയാണെങ്കിലും ഭഗവാൻ നിന്റെ അടുത്ത് സാറ്റിസ്ഫൈഡ് ആവും എന്ന് പറയും. അപ്പോ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ ഇതെല്ലാം അനുഷ്ഠിക്കുന്ന എന്തിനാണ്? ഭഗവത് പ്രീതിക്ക് വേണ്ടിയാണ്. ഇവിടെ നമ്മൾ കാണുന്നത് ഭഗവാൻ ഈ അധാർമികനായ ഈ അശ്വത്ഥാമാവിനെ വധിക്കുവാനായിട്ട് ഭഗവാൻ ആവശ്യപ്പെടുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവൻ ധർമ്മം അനുശാസിക്കുന്നില്ല. ഭഗവത്ഗീതയിൽ തന്നെ ഭഗവാൻ പറയണ എപ്പോഴാണ് ഞാൻ അവതരിക്കണ? ധർമ്മത്തിന് ച്യുതി വരുമ്പോൾ. ധർമ്മത്തിന് ച്യുതി വരുമ്പോൾ. ധർമ്മത്തിന് ച്യുതി വരുമ്പോ എന്ത് പറ്റും? ഭക്തന്മാരെ ഉപദ്രവിക്കലാവും ആൾക്കാർ ചെയ്യും. ഗ്ലാനിർഭവതി ഭാരത, അല്ലെ? അപ്പോഴാണ് ഭഗവാൻ അവതരിക്കുന്നത്. അപ്പോ ഭഗവാൻ മാത്രമല്ല ധർമ്മത്തിനെ പരിരക്ഷിക്കേണ്ടത്, അത് ഭക്തന്മാരുടെയും കർത്തവ്യമാണ്. ഹരേ കൃഷ്ണ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ഇവിടെ നിർത്തും. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമോ അല്ലെങ്കിൽ എന്തെങ്കിലും പോയിന്റ്സ് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്കിവിടെ ഇപ്പൊ സ്റ്റോപ്പ് ചെയ്യാം. ഹരേ കൃഷ്ണ. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഞാനൊരു പ്രണാമം പ്രഭു. ഒരു ഹരേ കൃഷ്ണ. ഞാൻ പ്രഭു പറഞ്ഞത് ധർമ്മത്തിനെ പരിരക്ഷിക്കാൻ വേണ്ടി ഹിംസയാകാം എന്ന് പറഞ്ഞാൽ ധർമ്മത്തിന് വേണ്ടി ഉള്ള ഹിംസ ധർമ്മമാണ്. പക്ഷെ അത് ധർമ്മം പരിരക്ഷിക്കേണ്ട ആൾക്കാരല്ലേ ചെയ്യാവുള്ളൂ, എല്ലാവർക്കും കയറി ചെയ്യാൻ പറ്റൂലല്ലോ. അങ്ങനെയുണ്ടോ? അതെ, അതിനുള്ള നിർദ്ദേശം തരണം നമുക്ക്. ഈ നിർദ്ദേശങ്ങൾ നമ്മൾ സ്വമേധ എടുക്കാൻ പാടില്ല, നമുക്കും നിർദ്ദേശങ്ങൾ കിട്ടണം. ഇപ്പോ ശ്രീല പ്രഭുപാദർ തന്നെ പറഞ്ഞിട്ടുണ്ട്, കുറെ വർഷങ്ങൾ കഴിയുമ്പോ ഹരേ കൃഷ്ണ ഭക്തന്മാര് അവരായുധവും എടുക്കും, ഹരേ കൃഷ്ണ മഹാമന്ത്രം ചാൻഡ് ചെയ്യുകയും ചെയ്യും, പിന്നെ അവര് ഫൈറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇത് ചിലപ്പോ നമുക്ക് ഇപ്പൊ വിശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പോ അതിനുള്ള നിർദ്ദേശങ്ങൾ വരികയാണെങ്കിൽ അറിയില്ല, നമുക്ക് വെയിറ്റ് ചെയ്യാം. പക്ഷെ കൊല്ലുന്നത് മാത്രമല്ലല്ലോ, അതല്ലാതെ ഈ സത്യം, ദയ, തപ, ശൗചം, ശാന്തി, ആർജവം, ഇതെല്ലാം നമ്മൾ പരിശീലിക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു, ഒരു സംശയം ചോദിക്കട്ടെ? ഭഗവാൻ ധർമ്മം വിജയിക്കുന്നല്ലേ പറയുന്നത്? അപ്പൊ കർണൻ നല്ല ധർമ്മിഷ്ഠനാണല്ലോ, എന്നിട്ട് കർണന് നാശമാണല്ലോ ഉണ്ടായത്. മാതാജി, അതല്ലേ ഭഗവാൻ ചോദിക്കുന്നുണ്ടല്ലോ കർണന്റെ ധാർമ്മികതയെ പറ്റി. എങ്ങനെയാണ് കർണൻ ധർമ്മിഷ്ഠനാണെന്ന് പറയുന്നത്? തന്റെ മുന്നിൽ വെച്ചിട്ട് അധർമ്മം നടക്കുമ്പോ അതിൽ സന്തോഷിക്കുന്ന വ്യക്തി ധാർമ്മികനാണ്. എങ്ങനെയാണ് യുദ്ധഭൂമിയിൽ ഇത്രയോ ആൾക്കാരുടെ രഥത്തിന്റെ ആ ചക്രങ്ങള് പൂണ്ടുപോകില്ല, കർണന്റെ മാത്രം എങ്ങനെ പൂണ്ടു? അതെന്തുകൊണ്ടായിരിക്കാം? എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് കർണൻ ധർമ്മിഷ്ഠൻ എന്ന ചില കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ കർമ്മൻ ദാനശീലനായിരുന്നു, പക്ഷെ ധർമ്മിഷ്ഠനാണെന്ന് പറയുന്നില്ല. ഏറ്റവും വലുത്, ഏറ്റവും ധർമ്മത്തിന്റെ ഏറ്റവും വലിയൊരു കാര്യം, നമ്മള് അധർമ്മം കാണുമ്പോൾ നമ്മൾ അധർമ്മത്തിന്റെ കൂട്ടത്തിൽ കയറി കൈയടിക്കുകയാണെങ്കിൽ നമ്മൾ ധർമ്മിഷ്ഠനല്ല. അതാണ് ഭഗവാൻ ചോദിക്കുന്നത്. നമ്മുടെ അഭിമന്യുവിനെ പുറകിൽ നിന്ന് ആക്രമിച്ച് കൊന്നു കഴിഞ്ഞപ്പോ എവിടെയായിരുന്നു നിന്റെ ധർമ്മം? പഞ്ചപാണ്ഡവരെ അരക്കില്ലത്തിലിട്ട് ചുട്ടുകൊല്ലാൻ പ്ലാൻ ചെയ്തപ്പോ എവിടെയായിരുന്നു നിന്റെ ധർമ്മം? ഭീമസേനന് വിഷം കൊടുക്കുവാൻ പ്ലാൻ ചെയ്തപ്പോ എവിടെയായിരുന്നു നിന്റെ ധർമ്മം? രജസ്വലയിൽ നിന്ന് ദ്രൗപദിയെ സഭാമധ്യത്തിൽ വെച്ചിട്ട് വലിച്ചു കൊണ്ടുവരാൻ നിർദ്ദേശം കൊടുത്തപ്പോ എവിടെയായിരുന്നു നിന്റെ ധർമ്മം? പഞ്ചപാണ്ഡവര് ഇപ്പോ അവര് ഇപ്പൊ എന്താണ്, ഭൃത്യന്മാരാണ്. അതുകൊണ്ട് പാഞ്ചാലി നീ വേറെ ആരെങ്കിലും ഭർത്താവായി സ്വീകരിക്കുമെന്ന് പറഞ്ഞപ്പോ എവിടെയായിരുന്നു നിന്റെ ധർമ്മം?
ധർമ്മത്തിനെ പരിരക്ഷിച്ചില്ലെങ്കിൽ ധർമ്മം പരിരക്ഷിക്കാത്തവനെ നശിപ്പിക്കും. അത് തന്നെയാണ് കർണന് സംഭവിച്ചത്. ഹരേ കൃഷ്ണ പ്രഭുജി, ഹരേ കൃഷ്ണ പ്രഭുജി. ധർമ്മത്തിന്റെ ധർമ്മത്തിന്റെ സഖാക്കളാന്ന് പറയുന്നു ദയയും മമതയും. മമത പാടില്ലെന്നല്ലേ പറയുന്നവർ, അറ്റാച്ച്മെന്റ് ആകുമെന്നല്ലേ പറയുന്നത് മമത. നമുക്ക് ദയ മമത. ഇപ്പൊ ദയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹജീവികളോടുള്ളത് അല്ലെ. എങ്ങനെയുള്ള ദയ ആയിരിക്കണം നമ്മുടെ ലക്ഷ്യം, ഭക്തന്മാരുടെ ലക്ഷ്യം? ഫോർ എക്സാമ്പിൾ, ഒരു വ്യക്തി അയാള് നടന്നു പോവുകയാണ്, അയാളുടെ ഫ്രണ്ടിൽ വലിയൊരു കുഴിയുണ്ട്. ഈ കുഴിയിലേക്ക് അയാൾ വീഴുന്നത് കാണുമ്പോ സാധാരണഗതിയിലുള്ള ആൾക്കാർ എന്ത് ചെയ്യണം? നമ്മൾ അദ്ദേഹത്തെ രക്ഷിക്കണം, അദ്ദേഹം ഓടി ചെന്ന് എടുക്കണം അല്ലെ. അല്ലെ കുഴി കണ്ടാതോ കുഴി ഉണ്ടെന്ന് പറയണം. അതെ, നമ്മൾ മിണ്ടാതിരുന്നു കഴിഞ്ഞാലോ? അത് കൊള്ളത്തില്ല, അത് ശരിയല്ല, അത് കൊള്ളത്തില്ല. കലിയുഗത്തില് എല്ലാ ജീവനും ഈ ഗർത്തത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ, ഈ ഗർത്തത്തിലേക്ക് വീഴുന്ന കലിയുഗത്തിലെ പതീത ആത്മാക്കളെ രക്ഷിക്കാനായിട്ട് ഒരു മാർഗ്ഗമുള്ളൂ. എന്താണ്? അവരെയും ഭക്തിയുത സേവനത്തിലേക്ക് കൊണ്ടുവരിക. ഇത് നമ്മൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമുക്കും ദയയില്ല. ഞാൻ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കും, പക്ഷെ ഞാൻ ആരോടും പറയത്തില്ല. അല്ല പ്രഭു, താല്പര്യമില്ലാത്തവരോട് പറയരുതെന്നല്ലേ പറയുന്നേ? നമുക്ക് താല്പര്യമില്ലാത്തവരോട് ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന്റെ മഹാത്മ്യം പറയരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് ജപിക്കാൻ പറയാം, കുഴപ്പമില്ല. അതിന്റെ മഹാത്മ്യം പറയണ്ട, നീ ജപിക്കുക എന്ന് പറയാലോ. നീ വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ജപിക്കുമെന്ന് പറയാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. നമ്മള് അഹിംസ തുടങ്ങിയ 8 പുഷ്പങ്ങളുടെ കാര്യമാണ്. അത് ഏത് പുസ്തകത്തിൽ നിന്നാണെന്ന് അറിയാമോ? ആ ശ്ലോകം ഒന്ന് പറയാമോ? ഇത് മാധവാചാര്യരുടെ ഒരു ശിഷ്യനുണ്ട്, അദ്ദേഹത്തിന്റെ പേര് ശ്രീനാരായണ പണ്ഡിതാചാര്യ എന്നാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത് ഈ സുമേധ വിജയം എന്ന് പറഞ്ഞ മാധവാചാര്യരുടെ ഒരു ബുക്കുണ്ട്. അത് നാരായണ പണ്ഡിതാചാര്യ എഴുതിയതാണ്. അതില് 14ാമത്തെ സർഗത്തില് 37ാമത്തെ ശ്ലോകമാണ്. അങ്ങനത്തെ പുസ്തകം നമ്മുടെ ഇല്ലല്ലോ, ഉണ്ടെങ്കിൽ ഉള്ള പുസ്തകം നീ അടിച്ചാണ്. അല്ല, താങ്ക് യു സോ മച്ച്. അപ്പോ എല്ലാവർക്കും എന്റെ വിനീതമായ പ്രണാമം. അപ്പൊ താങ്ക് യു സോ മച്ച്. വാഞ്ചകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവ വൃന്ദ കീ ജായ്. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം കീ ജായ്. ധന്യവാദ് പ്രഭുജി, വളരെ വളരെ നന്ദി പ്രഭുജി, വളരെ മനോഹരമായ ക്ലാസ്സിന് നന്ദി പ്രഭുജി. ഹരേ കൃഷ്ണ. എനിക്ക് കേൾക്കാൻ ആദ്യം തൊട്ട് കേൾക്കാൻ പറ്റില്ല, എനിക്കൊന്നും വയ്യായിരുന്നു. ഞാൻ വീണു പ്രഭു ഇന്നലെ. സോഡിയം പറഞ്ഞിട്ട് വീണു. അപ്പൊ ഞാൻ ഇന്ന് 3 മണിക്ക് സാധാരണ എനിക്ക് 4 മണിക്ക് കൊല്ലം ക്ലാസ്സിൽ കയറും. പക്ഷെ ഇന്ന് എനിക്ക് ഒട്ടും വയ്യായിരുന്നു.